ഇന്ന് 4 ചുവരിൻ്റെ അകത്ത് അടുക്കളയിലാണ് എല്ലാ അമ്മമാരും ഒതുങ്ങിക്കൂടുന്നത്. അവർക്ക് പുറലോട്ട് പോകാനും ഒരുപാട് എൻജോയ് ചെയ്യാനും. ഇപ്പൊ ചേച്ചിയെ കാണുമ്പം ഇന്നും എൻ്റെ അമ്മയൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് ഒരുപാട് ആഗ്രഹങ്ങൾ ഇവരൊക്കെ ഉള്ളിലുണ്ട്. പക്ഷെ എനിക്ക് മക്കളായി, ഭർത്താവായി, ഈ 4 ചുവരെ വിട്ടുപോകാൻ ഒരു മടി. ഇതെല്ലാം നല്ലതായിട്ട് ചേച്ചി നോക്കുന്നുണ്ട്, പ്ലസ് ആഗ്രഹത്തിന്റെ പുറകെ പോകുന്നുണ്ട്. ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാ? ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവരെ കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ടല്ലോ, അത് വലിയൊരു കാര്യം. അപ്പൊ നമുക്ക് ഈ ദൂരമൊക്കെ ഷൂട്ട് വരുമ്പോൾ, എറണാകുളത്ത് ഇങ്ങനെയൊക്കെ ഷൂട്ട് വരുമ്പോൾ നമുക്ക് ഒറ്റക്ക് പോയി നിൽക്കാൻ പറ്റൂല. കാരണം ഒന്നാമത് അറിയാതെ സ്ഥലം, ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ ഭർത്താവ് വരും, ഇപ്പോൾ എപ്പോഴും വരും, ഞാൻ ഒറ്റക്ക് പോയിട്ടേ ഇല്ല. അങ്ങനെയല്ല, അവരുണ്ടല്ലോ എൻ്റെ കൂടെ. ഭർത്താവിന് പാചകം ഇതൊക്കെയാണ് ജോലി, അപ്പോൾ എല്ലാ സമയത്തും ഉണ്ടാവില്ല. ഉണ്ടെങ്കിലും എനിക്ക് വേണ്ടി അത് ഒഴിവാക്കിയിട്ട് വരും. പിന്നെ മോൻ ലീവില്ല സമയത്ത് മോൻ വരും. അപ്പോൾ അവരൊന്നിച്ചുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ ഷൂട്ടാകുമ്പോൾ രാവിലെ പോയിട്ട് സന്ധ്യയാകുമ്പോൾ വരാൻ പറ്റും. അപ്പോൾ രാവിലെ എണീച്ച് 6 മണിയാകുമ്പോൾ സെറ്റിലെത്തണം. അപ്പോൾ ഒരു 3-3:30 മണിയൊക്കെ ആകുമ്പോൾ എണീച്ച് പിന്നെ ഭക്ഷണമൊക്കെ ആക്കി, ചായ, പലഹാരം, ചോറ്, കറിയൊക്കെ ആക്കി വെച്ച് 5-5:30 മണിയാകുമ്പോൾ ഭർത്താവ് കൊണ്ടുവിടും, അല്ലെങ്കിൽ മോൻ കൊണ്ടുവിടും. കാരണം വൈകുന്നേരം നമ്മൾ വരുമല്ലോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് എല്ലാം ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്. നടന്നല്ലോ അല്ലേ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അതാ നമ്മൾ നിഷ്കളങ്കമായി, നമ്മൾ ആത്മാർത്ഥമായി ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് പ്രകൃതി നമുക്ക് നടത്തി തരുന്നില്ല. പറ്റും പറ്റും ജീവിതത്തിലൂടെ തന്നെ തെളിഞ്ഞു. അതെ.